വാസ് എ ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ ഒരു ഓഫീസ് ഫ്രൈഡേ വ്ലോഗ് എടുക്കാതെ. അങ്ങനെ ഇന്ന് ബേസിക്കലി ഞാൻ നേരത്തെയാണ്. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് വരികയാണ്. ഇത് ഞങ്ങളുടെ ഗെയിം ഏരിയയാണ്. എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ഒരു ഓഫീസ് ടൂർ കാണിക്കാം. ഞാൻ സെയിൽസ് സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന ഒരു നെതർലാൻഡ് ബേസ്ഡ് കമ്പനി. അവിടുത്തെ HR ആണ്. തന്നെ ഓഫീസിൽ അത്ര ആൾക്കാരും ഉണ്ടാവില്ല കുറച്ച്. അങ്ങനെ ഞാൻ ഓഫീസിൽ കയറി. ആക്ച്വലി ഇതാണ് എൻ്റെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്നത്. ഇതെന്തുകൊണ്ടാ? ഇത് മാക്കിൻ്റെ കീപാഡാണ്. എൻ്റെ ഇത് വർക്കാവും, പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. അപ്പം ഞാനിത് യൂസ് ചെയ്യും. വന്ന പാട് തന്നെ ഞാൻ വെള്ളം എടുക്കാൻ പോകും. വെള്ളം എടുക്കാൻ പോകുന്നത് ബ്രേക്കിലാണ്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എൻ്റെ പേര്, ബ്രേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഓരോരോ ലൈക്ക് റൂംസിനും നമ്മൾ ഓരോ പേരാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ കിച്ചൺ. ഉറക്കം വരുന്നത് രാവിലെ തന്നെ എന്തൊരു അസുഖമാണ് തോന്നുന്നത്. വെള്ളം നിറച്ച് പണിയെടുക്കാം. സ്വിച്ചിട്ടാലല്ലേ ആവണമല്ലോ. യെസ്, നമുക്കിവിടെ കഴിക്കാൻ കോൺഫ്ലിക്സ് ഉണ്ട്. ഇതിൽ മ്യൂസ്ലി ഉണ്ടാവാറുണ്ട്, അത് തീർന്നു പോയി. പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ടാവാറുണ്ട്. സോ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ലൈക്ക് നല്ലൊരു എന്താ പറയുക ഓഫീസ് ചൂട് എന്തെങ്കിലും ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പോയ സ്ഥലങ്ങളാണ്. ഇതൊക്കെ കാർത്തിക് കൊണ്ടുവന്നൊക്കെ കാർത്തിക് പോയ സ്ഥലങ്ങളാണ്. ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഒന്നുമില്ല. കണ്ടോ, പാലുണ്ട്. അകത്ത് പുറത്തേക്ക് ഇല്ലെങ്കിൽ ചാടിക്കാനേ. അപ്പോൾ വെള്ളം നിറയ്ക്കട്ടെ. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആക്ച്വലി വന്ന് കുറച്ച് മെയിൽസ് വെക്കാനുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പം റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സിനെ. സോ അതിന് കുറച്ച് മെയിൽസ് വന്നിട്ടുണ്ടാവും, അതൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ഈ സെക്കൻഡ് പരിപാടി എന്താ വെച്ചാൽ എനിക്ക് ടാക്സ് പേയ്മെൻറ്റ്. ഇപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്നൊരു ഹാൻഡ് ക്രീമാണ്. വളരെ നല്ലതാണ് ബോഡി ഷോപ്പിൻ്റെ. ഇവിടെ എ സിയിൽ ഇരിക്കണത് കൊണ്ട് കൈ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമ്പോൾ. സോ ഇന്നത്തെ ഗെറ്റ് സം മോട്ടിവേഷൻ, ലെറ്റ് യുവർ ഡ്രീം ബി യുവർ വിങ്സ്. ഇതെനിക്ക് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയതാണ്. എന്നും രാവിലെ എൻ്റെ മോട്ടിവേഷനാണ്. പക്ഷേ അതിൽ ഞാൻ എൻ്റെ ടിപ്സ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു മിനി ബ്യൂട്ടി പാർലർ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇനിയും കുറച്ച് സാധനം കൂടി ഇവിടെ സെറ്റ് ചെയ്ത ഗ്രേറ്റ്. ഞാൻ ഒന്ന് മുനിസിപ്പാലിറ്റി വരെ പോവാം. എനിക്ക് ടാക്സ് പേ ചെയ്യാനുണ്ട്. സോ ബൈ. അങ്ങനെ ഓട്ടോയ്ക്കായി വെയിറ്റ് ചെയ്യാണ്. ഓട്ടോ വന്നു, നമ്മളതേ മുനിസിപ്പാലിറ്റി എത്തി. നമ്മളവിടുന്ന് പേയ്മെൻറ്റൊക്കെ ചെയ്തു, രസീതൊക്കെ ചെയ്തു, ക്യാഷ് കൗണ്ടറിൽ പോയി ക്യാഷ് പേ ചെയ്തു. എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമ്മളതേ തിരിച്ച് പോവാണ്. ബാക്ക് വീണ്ടും ഓട്ടോയ്ക്ക് തന്നെ തിരിച്ചു പോരാണ്. അങ്ങനെ ഓട്ടോ കയറ്റി തിരിച്ച് നമ്മളതേ ഓഫീസിലിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ, 30 റുപ്പീസിൻ്റെ അത്ര തന്നെ അങ്ങോട്ട് ഉള്ളത്. അങ്ങനെ എൻ്റെ ഓട്ടോയിൽ നിന്ന് എൻ്റെ കുറച്ച് പ്രവർത്തനം ഈ കാറ്റൊക്കെ വീശുമ്പോൾ മൂടി. അങ്ങനെ ഞാൻ ഓഫീസെത്തി. ബാക്ക് ടു എൻ്റെ സീറ്റ്. പിന്നെ അതിൻ്റെ കുറേ അപ്ഡേഷൻസൊക്കെ ചെയ്യാണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി വന്ന് എനിക്ക് കുറച്ച് റിക്രൂട്ട്മെൻറ്റ് കുറച്ച് വർക്ക് ഉണ്ട്. സൈഡിൽ മെൻഷൻ ചെയ്ത പോലെ എന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതിന് കുറച്ച് വർക്ക് ഉണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ ഫോണിലാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് വർക്ക് ഉണ്ട്. അതിന് ശേഷം അപ്പോഴേക്ക് ലഞ്ച് ബ്രേക്ക് ആവുമല്ലോ. പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ വിശേഷം കാണാം. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. എവിടെയാണ് കഴിക്കാൻ പോകുന്നത്?
യൂഷ്വലി നമ്മൾ എല്ലാ ഫ്രൈഡേയ്സും ബിരിയാണിയാണ് കഴിക്കാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ അന്നും ബിരിയാണി കഴിക്കാൻ പോകുമായിരുന്നു. പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് സ്റ്റിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഡിസ്കഷൻ ഓൺ ഗോയിങ് ആയിരുന്നു. ഖയാമിൽ പോകണോ അതോ എവിടേക്കാണ് പോകേണ്ടത്. നമുക്ക് 2:30 മീറ്റിംഗ് ഉള്ളതിന് ശരി നമുക്ക് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മൾ എയർലൈനിലെത്തി. ഞാൻ, ജോബ്, ശ്രീല, യദു, സൽമാൻ എല്ലാവരും കൂടിയാണ് ഈ എയർലൈനിൽ പോയത്. അവിടെ പോയപ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. ഏതോ അപ്പുറത്തെ വിട്ട ടേബിളിൽ ഈ ഒരു സാധനം കഴിക്കുന്നുണ്ട്. എന്താ ചോദിച്ചപ്പോൾ എന്തൊരു മന്തി എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് പാഴ്സൽ കൊടുത്ത് ബാക്ക് ടു ഓഫീസെത്തി. പിന്നെ കുറച്ച് പണിയെടുത്തു. അപ്പോഴേക്കും 6 മണി 6:30 ആയിരുന്നു. പക്ഷെ ഞാൻ ഷട്ട് ഡൗൺ ചെയ്തു. ബാക്കി വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് എൻ്റെ ഒരു ഫ്രൈഡേ.